നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വ ശക്തീകരിക്ക നിൻ ആത്മാവിനാൽ, മഹത്വനാമത്തെ കീർത്തിപ്പാനായി. ശക്തീകരിക്ക നിൻ ആത്മാവിനാൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് വായിച്ചത് 139 സങ്കീർത്തനമാണ്. 139 സങ്കീർത്തനത്തിന്റെ ആദിയോടൊപ്പമുള്ള വിഷയം എന്ന് പറയുന്നത് ദൈവം അറിയുന്ന മനുഷ്യൻ. നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ പറയും, എനിക്ക് അവനെ അറിയാം, അവൻ എങ്ങനെയുണ്ട്, അത്ര ഗുണമൊന്നുമില്ല, കാരണം എനിക്ക് അവനെ അടുത്തറിയാം. അതെങ്ങനെ അറിയാം? സന്ദർഭം വന്നിട്ടുണ്ട്, സന്ദർഭം വരുമ്പോൾ അറിയാം. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അപ്പോൾ അറിവെന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒരു മനുഷ്യനെ അറിയാം, ആ മനുഷ്യൻ ആരാണെന്ന് സന്ദർഭം വന്നപ്പോൾ അറിയാം, അനുഭവം കൊണ്ടറിയാം. അങ്ങനെ വിവിധ തരത്തിലാണ് അറിവ് നിൽക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു യോഗ്യതയും പ്രാപിക്കാനില്ല. ഒറ്റ കാര്യം മതി, ദൈവം അറിഞ്ഞാൽ മതി. ദൈവം പറഞ്ഞാൽ മതി, എനിക്കറിയാം. അപ്പോ ദൈവം അറിയാത്തവരുണ്ടോ? ഉണ്ട്. അതാണ് കർത്താവിന്റെ വരവെങ്കിൽ ഒരു കൂട്ടത്തെ എടുത്തതിന് ശേഷം മറ്റൊരു കൂട്ടം ചെന്ന് നിന്ന് മുട്ടിക്കഴിയുമ്പോൾ, നിങ്ങൾ എവിടെ നിന്നുള്ളതെന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, കാരണം നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവർ ദൈവം അറിയാത്തവരും, നീതി പ്രവർത്തിക്കുന്നവർ ദൈവം അറിയുന്നവരും. ഇതാണ് അതിന്റെ അടിസ്ഥാന അർത്ഥം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഇനി എങ്ങനെയാണ് അറിയുന്നത്? അപ്പോ ഒരു കാര്യം ആദ്യമേ പഠിച്ചു, ദൈവം ഒരാളെ അറിയുന്ന സാഹചര്യം, ഞാൻ അവനെ അറിയുന്നു. അപ്പൊ അറിയുന്നവരാര്? നീതി പ്രവർത്തിക്കുന്നവർ. അറിയാത്തവരാര്? അനീതി പ്രവർത്തിക്കുന്ന, അധർമ്മം പ്രവർത്തിക്കുന്നവർ. ഇതാണ് അതിന്റെ പ്രമാണം. അപ്പോ അധർമ്മം പ്രവർത്തിക്കുന്നവരല്ല, നീതി പ്രവർത്തിക്കുന്നവരാണെന്ന് ദൈവം എങ്ങനെ ഒരാളെ കുറിച്ച് സാക്ഷ്യം പറയും? അതിന് തിരുവചനത്തിൽ ഒരു 7 ഭാഗമുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു 7 അവസരമുണ്ട്. ഒന്നാമത്തത്, അവൻ ഈ ലോകത്തിൽ ഒരാവശ്യം വരുമ്പോൾ എന്ത് പ്രവർത്തിക്കും? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഒരാവശ്യം വരുമ്പോൾ. രണ്ടാമത്തത്, അവൻ ഒരു അത്യാവശ്യം വരുമ്പോൾ എന്ത് പ്രവർത്തിക്കും? പിന്നെ അവൻ മരണദുഃഖത്തിലേക്ക് വരുമ്പോൾ എന്ത് പ്രവർത്തിക്കും? അവൻ അപമാനിക്കപ്പെട്ടാൽ എന്ത് പ്രവർത്തിക്കും? അവന് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രവർത്തിക്കും? ഇങ്ങനെ സത്യവചനത്തിൽ പ്രധാനമായിട്ട് ഒരു 7 ഭാഗം മനുഷ്യന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യും? ഒരാള് പൈസയ്ക്ക് യാത്ര ചെയ്തു പോയി, പൈസയ്ക്ക് വിഷമിച്ചു, തിരിച്ചു വരാൻ വണ്ടിക്കൂലിയില്ല, എന്തു ചെയ്യും?
എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരം അല്ല ഉള്ളത്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടുന്ന കാലമല്ല. അപ്പൊ ആ സമയത്ത് ആ മനുഷ്യൻ എന്ത് ചെയ്യും എന്നുള്ളത് ദൈവത്തിനറിയാം. അത് ശോധന ചെയ്തറിയും. അതുകൊണ്ടാണ് ശോധന എന്ന് പറയുന്നത്. ഇപ്പോ ശോധന ചെയ്ത് അറിയുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് തന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 30-35 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള പൈസയില്ല. തിരിച്ചു വരാനായിട്ട് 5 രൂപ മതി. അന്നത്തെ കാലത്ത് വണ്ടിക്കൂലിക്ക്. അന്നത്തെ കാലത്ത് വണ്ടിക്കൂലിക്ക് 5 രൂപ മതി. പക്ഷെ അദ്ദേഹത്തിന്റെ ഇല്ല. അവസാനം അദ്ദേഹം ഒരു കടയിൽ ചെന്നിട്ട് എനിക്ക് ഒരു 5 രൂപ വായ്പ തരണം. ഞാൻ ഈ യാത്ര വന്നതാണ്. ഈ യാത്രയിൽ ഉണ്ടായിരുന്ന കാശ് ചെലവായി പോയി. എനിക്ക് തിരിച്ച് നടക്കാനും വയ്യ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആ പൈസ എത്തിച്ചു തരാം. അതുവരേക്കും ഒരു ഉറപ്പിനായിട്ട് ഇതിരിക്കട്ടെ, ഈ പുസ്തകം ഇരിക്കട്ടെ. അപ്പൊ അയാള് കേട്ട അയാള് പറഞ്ഞു, വേണ്ട, ആ പുസ്തകം കൊണ്ട് പോയിക്കോ, 5 രൂപ ഞാൻ തരാം. അങ്ങനെ ആ 5 രൂപ കൊടുത്തു. 5 രൂപയും മേടിച്ച് ബസ്സിന് കയറി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ആ കാര്യം അങ്ങോട്ട് കഴിഞ്ഞു. തിരിച്ച് പൈസയും കൊണ്ടുപോയി കൊടുത്തു. കാര്യങ്ങൾ കഴിഞ്ഞു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പുസ്തകം മറിച്ച് വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ പുസ്തകത്തിന്റെ ഇടയിൽ ഒരു പുറകിലെ ഒരു പേജിന്റെ ഇടയിൽ 10 രൂപ 10 രൂപ ഇരിക്കുന്നു. അയ്യോ, ഭയങ്കര ദുഃഖമായി പോയി. ദൈവമേ, അന്ന് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ വിഷമിച്ചതും അവിടെ നിന്ന് നിവൃത്തിയില്ലാതെ അയാളോട് കെഞ്ചിയതും അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഇരട്ടി പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഇതാണ് ദൈവത്തിന്റെ വചനപ്രകാരം ഒരു മനുഷ്യനെ തനിക്ക് എന്തെല്ലാം ഉണ്ടോ അതൊന്നും ആ സമയത്ത് ഇല്ലാതാക്കും. യഥാർത്ഥത്തിൽ യോസേഫ് മരിച്ചിട്ടുണ്ടോ? ആ വീട്ടില് മക്കൾക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം യോസേഫ് മരിച്ചിട്ടില്ല. പക്ഷെ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിന്റെ ചിന്തയിൽ ഇതാ, യോസേഫ് മരിച്ചു. ആ മൃഗം വന്നതും പറിച്ചു കയറി പോയതും എല്ലാം യാക്കോബിന്റെ സങ്കല്പത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇത് അറിഞ്ഞുകൊണ്ട് ഇതിങ്ങനെ തികട്ടി വരുന്നത് പോലെ ചിന്തകളായിട്ട് വരുവാണ്. മക്കൾ മര്യാദയ്ക്ക് നടക്കുന്നു. ഇടയ്ക്ക് അപ്പനെ ഒന്ന് നോക്കാം. അപ്പനാണെങ്കിൽ ഇരിക്കുന്നില്ല, നിൽക്കുന്നില്ല. ഏത് വിധേനയും മരിച്ചാൽ മതിയെന്ന് വിചാരിച്ച് നടക്കുക. അപ്പോൾ മക്കൾക്കറിയാം യോസേഫ് മരിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം എന്താ? അപ്പന്റെ ഉള്ളിൽ മരിച്ചു. അതാണ് ശോധന എന്ന് പറയുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ദൈവം ഒരു വഴിയിൽ കൂടി കടത്തി വിടുകയാണ്. എന്താണ്? ഇന്ന് നിനക്ക് ഈ യോസഫ് മരിച്ചാൽ നീ എന്ത് ചെയ്യും? ദൈവത്തെ തള്ളി പറയോ? യോസഫ് മരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പ്രവർത്തിക്കും എന്നുള്ളത് ശോധന ചെയ്യുക. അപ്പൊ തന്നെ യോസഫ് മരിച്ചിട്ടുമില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വണ്ടിക്കൂലിക്ക് 5 രൂപ മതി. 10 രൂപ പുസ്തകത്തിനിടയിൽ ഇരിപ്പുണ്ട്, അറിയുന്നില്ല. അപ്പൊ അവിടെ നിന്ന് വണ്ടിക്കൂലി ഇല്ലാതായാൽ ഇവൻ എന്ത് ചെയ്യുമെന്നുള്ളത് ശോധന ചെയ്യുക. വണ്ടിക്കൂലി ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഇന്നത് പ്രവർത്തിക്കുമെന്നുള്ളത് വെളിപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ തിരിച്ചു കിട്ടി, പുസ്തകം കിട്ടി, പൈസയും കിട്ടി. തനിക്ക് ഒരു നഷ്ടവും വന്നില്ല. പക്ഷെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. മക്കളെല്ലാം നോക്കുക, അപ്പനെ ആദ്യം പിടിച്ച് നടക്കണുണ്ട്, വിഷമമുണ്ട്. പക്ഷെ പറയാൻ നിവൃത്തിയില്ല.
ഞങ്ങൾ അവൻ മരിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. അവനെ കൊണ്ടുപോയി ഞങ്ങള് വിറ്റ് കളഞ്ഞു. ആദ്യം പൊട്ടക്കുഴിയിലിട്ടു. അവനോട് അസൂയ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു പോയി അപ്പാ എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഭയപ്പെട്ട് അവരോട് കയറി നടക്കുക. ആ വീട്ടിൽ ഒരു വ്യക്തി മാത്രം ഊണില്ല, ഉറക്കമില്ല, സ്വസ്ഥതയില്ല. ഇതാണ് നമ്മള് സഭയിലൊക്കെ പലരുടെയും ജീവിതത്തിൽ കാണാം. പലരും ജീവിതത്തിൽ കാണാം. നമ്മൾ വിചാരിക്കും ഇവൻ എന്ത് ഈ എപ്പോഴും ഈ ചിന്തയും വിചാരവുമായിട്ട് നടക്കുന്നത് എന്താ കാര്യം? വല്ല ഉപദേശിക്കും. എന്റെ സഹോദര, നമ്മൾ എന്തിനാ വിളിക്കപ്പെട്ടെ? സന്തോഷത്തോടെ രക്ഷയുടെ സന്തോഷത്തിൽ ജീവിക്കാനല്ലേ നമ്മൾ വിളിക്കപ്പെട്ടത്. പിന്നെ എന്തിനാ താൻ ഈ തലകുരിച്ചും ഭാരപ്പെട്ടും ഇങ്ങനെ നടക്കുന്ന കാര്യം എന്താ? ഈ അവനിത് വരുമ്പോഴേ അറിയാവുള്ളൂ. അവനെ കർത്താവ് ഇതിൽ കയറ്റിയിരിക്കുക, ചക്രത്തെ കയറ്റിയിരിക്കുക, കയറ്റി ശോധന ചെയ്യുക. ഈ ആനപാത്രം നിന്റെ അടുക്കിലേക്കും വരും. ഇതിൽ കൂടി കടന്നു പോകാതെ ഒരുത്തിനും ഇരിക്കില്ല. കാരണം ഇത് ഇത് എന്തിനു വേണ്ടിയിട്ടെന്നറിയാം? അവസാനം കർത്താവിന് പറയണം. എന്ത് പറയണം? ഞാൻ അവനെ അറിയുന്നു. എനിക്ക് അവനെ അറിയാം. ആരും പറയണ്ട. അവിടെ നിന്ന് സ്വർഗത്തിലെ കർത്താവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് സാത്താൻ വാദിക്കുക. അവൻ ആരാന്നറിയാമോ? ഇങ്ങനെ നീ ഒന്നും പറയണ്ട. ഞാൻ അവന്റെ ശോധന ചെയ്തറിഞ്ഞതാ. അറിയോ? അവന് വെറുതെ അറിഞ്ഞതല്ല. ലോക സ്ഥാപനത്തിന് മുമ്പേ അറിയാം. ആ അറിവല്ല ഈ ലോകത്തിൽ വന്നതിന് ശേഷം ശോധന ചെയ്തറിഞ്ഞതാ. ശോധന ചെയ്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം വിടാൻ പാടില്ല അവനെ കുറിച്ച്. ഒരക്ഷരം സാത്താനും വിടാൻ പാടില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ആണ സകല വാദത്തിന്റെയും അവസാനമാകും. ശോധന ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയും അവനെ എനിക്കറിയാം, അവനെ എനിക്കറിയാം എന്ന് ആണയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ കുറിച്ച് ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു ശബ്ദം അരുതാത്തത് പൊങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തുന്നത് ആര്? ദൈവം നീതീകരിക്കുന്ന ശോധന ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുകയാണ് ഇന്ന ആളെ കുറിച്ച് ഇന്ന അഭിപ്രായം. ആ അഭിപ്രായത്തിന് മേളിൽ പറയാൻ ആർക്കും പാടില്ല, അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? നീ വിശന്നാ എന്ത് ചെയ്യും? ദാഹിച്ച എന്ത് ചെയ്യും? അപ്പൊ സാത്താൻ വാദിക്കുക അവനൊന്ന് നന്നായിട്ട് ദാഹിക്കട്ടെ, അപ്പൊ കാണാൻ കളി. ശരി, ദാഹിച്ചോ. ദാവീദ് ദാഹിക്കാനുള്ള അവസരം കൊടുത്തു. ദാവീദ് ദാഹിച്ച് മരിക്കാൻ പോവാ. ദാവീദ് പറഞ്ഞ് ഇത്തിരി വെള്ളം കിട്ടാൻ എന്താ വഴി? കാരണം ബാക്കിയുള്ളത് പോലെയല്ല, ഭക്ഷണം ഇല്ലെങ്കിൽ അത് വിശപ്പ്. ദാഹം പറയുന്നതല്ല, ശ്വാസം, വെള്ളം, വിശപ്പ്, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയാ മനുഷ്യന്റെ ഭാഗങ്ങൾ. അത് ആവശ്യക്കാരൻ. കിടക്കാൻ ഇടം അന്വേഷിക്കുന്നവരുണ്ട്, ഉടുക്കാൻ വസ്ത്രം അന്വേഷിക്കുന്നവരുണ്ട്, ഭക്ഷിപ്പാൻ ആഹാരം അന്വേഷിക്കുന്നവരുണ്ട്, കുടിപ്പാൻ വെള്ളം അന്വേഷിക്കുന്നവരുണ്ട്, ശ്വസിക്കാൻ ശ്വാസം അന്വേഷിക്കുന്നവരുണ്ട്. ഇതിന്റെ ക്രമം. ഏറ്റവും പ്രയാസമുള്ള പ്രശ്നമുള്ള വിഷയമാണ് ശ്വാസം. അത് പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളണം. ഈ 5 കൂട്ടം കാര്യങ്ങളിൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെടും. അതിപ്പോ ഓരോന്നായി വിവരിക്കാൻ നിവൃത്തിയില്ല. എന്നിരുന്നാലും അവന് ശോധന ചെയ്ത് വരുമ്പോൾ ഇവൻ എന്ത് പ്രവർത്തിക്കും എന്നുള്ളത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ദാവീദിന് ദാഹിച്ചിട്ട് വയ്യ. അവസാനം അവൻ പറഞ്ഞു ബേത്ലഹേമിലെ കിണറ്റിൽ വെള്ളമുണ്ട്, സഹോദരന്മാരെ വെള്ളമുണ്ട് അവിടെ, എനിക്ക് ഒരിച്ചിരി വെള്ളം അവിടുന്ന് ആരെങ്കിലും കൊണ്ടുവന്നു തരുമോ? എവിടെയാ? ശത്രുവായ ശൗലും പട്ടാളവും വളഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ബേത്ലഹേമിലെ കിണർ എന്ന് പറഞ്ഞു. അവിടെ പോയി ആര് വെള്ളം കൊണ്ടുവരാൻ? അപ്പോ അബീശായി പറഞ്ഞു ഞാൻ പോയി കൊണ്ടുവരാം. അതിന് കൂടെ ഒരാൾ പോയി. അവർ പോയി, മരിച്ചെങ്കിൽ മരിച്ചു. അവരവിടെ ചെന്ന് അതിശയകരമായിട്ട് ആ വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം, നിങ്ങൾ വെള്ളം കൊണ്ടുവന്നു? എവിടെ നിന്ന്? ബേത്ലഹേമിൽ കണ്ടിരുന്നു. അവൻ ആ വെള്ളം വാങ്ങി നോക്കിയപ്പോ ഇത് പോയവരുടെ ജീവിതവും ആ വെള്ളവും കൂടെ നോക്കി. അപ്പൊ ദാവീദ് പറയുകയാണ് യഥാർത്ഥ ഇത് രക്തമല്ലേ, സ്വന്തം ജീവനെ വേണ്ടാന്ന് വെച്ച് പോയി കൊണ്ടുവന്ന വെള്ളമല്ലേ, രക്തത്തിന്റെ വിലയല്ലേ ഇത്?
ഇത് ഞാൻ കുടിക്കാൻ പാടില്ല. ഇത് ഞാൻ കുടിക്കുന്നത് അവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമാണ്. ആ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ആ വെള്ളം ദൈവത്തിന് മുമ്പാകെ നിവേദിച്ച് ഒഴിച്ചു കളഞ്ഞു. ചെയ്യോ? ചെയ്യോ? ഞാൻ നിന്നെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ശോധന ചെയ്തറിയും. മനുഷ്യന് അത് നീ വിശന്നാൽ എന്ത് ചെയ്യും? ദാഹിച്ചാൽ എന്ത് ചെയ്യും? വിശന്നാൽ എന്ത് ചെയ്യും? വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിപ്പുണ്ട്. ജ്യേഷ്ഠാവകാശം ഇരിപ്പുണ്ട്. എന്ത് വന്നാലും അത് കൊടുത്ത് കാശ് മേടിക്കാം. അവസാനം മുട്ടിയപ്പോഴേക്കും മരണഭയത്തിലായി കഴിഞ്ഞപ്പോ എനിക്ക് ഈ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയിട്ടാ, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, കൊടുത്തു, മേടിച്ചു. ഇങ്ങനെ ദൈവം എന്നിട്ട് കർത്താവെ നീ എന്നെ അറിയുന്നില്ലയോ എന്നൊക്കെ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ നിന്നെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിലാ? നിനക്ക് കിടക്കാൻ പാർപ്പിടമില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ, കിടക്കാൻ പാർപ്പിടമില്ലെങ്കിൽ അതിന് മുട്ടിയാൽ, നിനക്ക് വസ്ത്രത്തിന് മുട്ടിയാൽ, നിനക്ക് ഭക്ഷണത്തിന് മുട്ടിയാൽ, നിനക്ക് വെള്ളം മുട്ടിയാൽ, നിനക്ക് ശ്വാസം മുട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളത് ശോധന ചെയ്ത് അറിയുന്നവരാ ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന്. നമുക്ക് ഇത്തിരി സാമ്പത്തിക നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കയറി കിടക്കാനൊരു ഇടമില്ലാതെ വന്നാൽ ജീവിതത്തിൽ ഒരു വിശ്വാസ ജീവിതത്തെ അത് അനുഭവിക്കും. ഭക്ഷണത്തിന് മുട്ട് വന്നാൽ, വെള്ളത്തിന് മുട്ട് വന്നാൽ, ശ്വാസത്തിന് മുട്ട് വന്നാൽ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുക. ആരെയും പഠിപ്പില്ല, ആരെയും കർത്താവിനെ പഠിപ്പിക്കണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പത്രോസ് കർത്താവിന് വേണ്ടി മരിക്കാൻ പോവാ. കർത്താവ് പറഞ്ഞു, പത്രോസേ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ദൈവത്തിന്റെ അടുക്ക് കൽപ്പന ചോദിച്ചു. പത്രോസിനൊന്ന് വേണം. എന്തിനാ? ഒന്ന് ശോധന ചെയ്യാനാ. എങ്ങനെ ശോധന ചെയ്യാൻ? പല തരത്തിലുമുണ്ട്. അപ്പോ കർത്താവ് പറഞ്ഞു, ഞാനത് തടുത്തു പത്രോസെ. അവനെ ശോധന ചെയ്യാൻ വിട്ടുകൊടുക്കില്ലേ എന്ന് തടുത്തു. കാരണം നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ. നീ ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ. കോതമ്പ് പോലെ അവനൊരു പാറ്റ് പറ്റിയാലുണ്ടല്ലോ, നീ ഇതൊക്കെ ഇട്ടിട്ട് പോകും. അത് ചെയ്യാതിരിക്കാൻ തടുത്തു. പത്രോസോ, ഞാൻ കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. ജീവനെ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. വചനം പറയുന്നത്, ഞാൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ലെന്ന് എന്റെ നല്ല കാലത്ത് ഞാൻ പറഞ്ഞു. എല്ലാം സുഭിക്ഷമാ, സന്തോഷ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു നാളും കുലുങ്ങി പോകില്ല. കഷ്ടം വരുമ്പോഴല്ലേ അറിയണേ. കഷ്ടം വരുമ്പോഴല്ലേ അറിയണേ. ശോധന വരുമ്പോഴല്ലേ അറിയണേ. അതാ വ്യക്തിപരം, നമ്മളെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വെക്കും. നമ്മൾ അറിഞ്ഞിട്ടില്ലോ. ഈ പുസ്തകം, നമ്മുടെ വേദപുസ്തകം, അതായത് നമ്മുടെ പ്രാണൻ, നമ്മളുടെ പ്രാണനുമായിട്ടുള്ള ബന്ധമാണ്. പ്രാണന്റെ വിലയാണ് വചനത്തിന്. ഈ വചനത്തിന്റെ, ഞാനത് ആദ്യം തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ പുസ്തകമാണ് ഒരാൾ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം പറഞ്ഞത്, ഈ പുസ്തകം ഇവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു 5 രൂപ വായ്പ തന്നെ എന്ന്. അത് തെറ്റോ ശരിയോ ഞാൻ പറയണതല്ല. പക്ഷെ അവൻ മുട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് ശോധന ചെയ്തു. അപ്പൊ തന്നെ പുസ്തകത്തിന്റെ ഇടയിൽ 10 രൂപ ഇരിപ്പുണ്ട്. കർത്താവിന്റെ വിടുതലിന്റെ കരം അടുത്തുണ്ട്. ഈ എന്ത് ചെയ്യും എന്നുള്ളത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തരുക. അപ്പോൾ തന്നെ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ പറയുന്നത്. എത്രയേറെ പരാജയം നമുക്ക് വന്നിരിക്കുന്നു, എത്രയേറെ വീഴ്ച വന്നിരിക്കുന്നു. കർത്താവ് ആ വിടിയിക്കാനുള്ളതും അതിന്റെ പ്രതിഫലവും ഒക്കെ കയ്യിൽ വെച്ചോണ്ടാ പറയുന്നത് ചെയ്യാൻ. ആ സമയം വരുമ്പോഴേക്കും
ആർക്കും ശോധനയിൽ പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യന് പ്രയാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പിതാവേ പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളണം. നിങ്ങളെ കൊണ്ടാവില്ല, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല പരീക്ഷയിൽ പിടിച്ചു നിൽക്കാൻ. ശോധന ചെയ്യുമ്പോൾ അവൻ ഇടറിപ്പോകും, അവൻ പാളിപ്പോകും. കർത്താവ് സ്തോത്രം. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ജനമേ ഓർത്തുകൊള്ളുക. ഞാൻ ഇതിലൊന്നും ഈ പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു കാര്യത്തിലും ഞാൻ ജയിക്കാനോ അതിന് യോഗ്യനോ ആയിട്ട് ശോധന ചെയ്ത് അറിഞ്ഞ് ഞാൻ ഈ കാര്യത്തിൽ മുഴുവനും വിശ്വസ്തനെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല. സംശയം വേണ്ട. എൻ്റെ കർത്താവിന്റെ ദയയും കരുണയും ഒന്നും മാത്രമാണ് എനിക്ക് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഇത്രയും കാലം കൊണ്ട് ഞാൻ പഠിച്ചത് തന്നെ, ഇത്രയും കാലം കൊണ്ട് ഞാൻ പഠിച്ചത് എൻ്റെ ഹൃദയത്തെയാണ്. പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും സമ്പത്ത് നഷ്ടം, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, പാനീയം, ശ്വാസം, പ്രത്യാശ, ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ശോധന ചെയ്താൽ ഞാൻ ജയിക്കുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. എൻ്റെ കർത്താവിന്റെ കരുണ ഒന്ന് മാത്രം. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. യോഗ്യത ഉണ്ടായിട്ടല്ല, ഞാൻ എന്തുമാത്രം ഉണ്ടെന്ന് നീ അറിയും. ഓരോ സന്ദർഭം വരുമ്പോൾ ഞാൻ വിശന്നാൽ എന്ത് ചെയ്യും, ഞാൻ കോപിച്ചാൽ എന്ത് ചെയ്യും, നഷ്ടം വന്നാൽ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവർ അപമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഇത് മുഴുവനും ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുക. കർത്താവെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ, എന്നെ അറിയാൻ പാടില്ലേ? പിന്നെ അറിയാം, അതെ, ഇവിടെ ലിസ്റ്റ് ഇരിപ്പുണ്ട്. നിന്നെ ആരെങ്കിലും പരസ്യമായിട്ടൊന്ന് കളിയാക്കിയാൽ നീ എന്ത് ചെയ്യും എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ശോധന ചെയ്ത് അറിഞ്ഞാ എഴുതി വെച്ചേക്കണം. നിനക്ക് സാമ്പത്തിക നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇതൊക്കെ ലിസ്റ്റ് ഉണ്ട്. ദൈവമേ, നമ്മൾ ആരും അതിന് ഉപരിയായി അതിജീവിക്കാൻ തക്കവണ്ണം പ്രാപ്തരല്ല. വെറുത്തവരാണ് നമ്മൾ, തെറ്റിപ്പോയവരാണ് നമ്മൾ, വീഴ്ച വന്നവരാണ് നമ്മൾ, ശോധന ചെയ്ത് അറിഞ്ഞപ്പോൾ പിന്മാറിയവരാണ് നമ്മൾ. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുണ്ട്. ഈ ഒരൊറ്റ കാര്യമല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രശംസിപ്പാൻ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ശോധന ചെയ്ത് അറിയുന്ന ദൈവത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാൽ, എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ, എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യ നാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ വലങ്കൈ